CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ വിദ്യാഭ്യാസ സ്ഥാപനം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. പെരുമ്പിലാവ് ഒരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ സുമാർ അക്കാദമിയാണ് സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. യോഗം അജണ്ട ചർച്ച പൂർത്തിയാക്കാനാകാതെ പിരിച്ചുവിട്ടു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കോൺഗ്രസ് കൌൺസിലർ ബിജു സി ബേബിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട ലോറിയുടെ അരികിലിടിച്ച് അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഏനാമാവ് മുല്ലശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ 42 വയസ്സുള്ള ബിജുവിനാണ് പരിക്കേറ്റത്. കേച്ചേരി പെരുമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ അപകടം ഒഴിവായി. മഴ തുടങ്ങിയതോടെ വെള്ളക്കെട്ടും ചെളിയുമായി അക്കിക്കാവ് കൊങ്ങണ്ണൂർ റോഡ്. പെരുമ്പിലാവ് KSEB ഓഫീസ് പരിസരത്തെ റോഡിലാണ് ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. സ്കൈപ്പ് ആപ്പ് വഴി പണം തട്ടുന്ന സംഘം കേരളത്തിൽ വ്യാപകം. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. കണ്ടാണശ്ശേരിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ കർശന നടപടി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെയാണ് ആരോഗ്യ വിഭാഗം കർശന നടപടി സ്വീകരിച്ചത്. നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കൻ വാഹനാപകടത്തിൽ മരിച്ചു. കുളപ്പുള്ളി ചുവന്ന ഗേറ്റിൽ ടാങ്കർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് വാവന്നൂർ സ്വദേശിയായ നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കൻ മരിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ താമസക്കാരായവരും മണ്ഡലത്തിലെ സ്കൂളുകളിൽ പഠിച്ചവരുമായ SSLC+2 പരീക്ഷകളിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് MLA പ്രതിഭ പുരസ്കാരം നൽകി ആദരിക്കുന്നു. CBSE+2 ഫലം വന്നപ്പോൾ ഒരേ മാർക്കോടെ സയൻസ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഇരട്ട സഹോദരികളായ ആയിഷ അംദയും ഫാത്തിമ അമ്രയും. വെളിയങ്കോട് സ്വദേശി ജാഫർ ഖാൻ സനീറ ദമ്പതികളുടെ മക്കളായ ഇവർ ചെമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. പുന്നൂർക്കുളം പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൊട്ടിലിങ്ങൽ കോളനിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ തിങ്കളാഴ്ച രാത്രി നടന്ന വനിതാ മത്സരം കാണികൾക്ക് ആവേശമായി. ചാലിശ്ശേരിയിൽ മുലായംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് കഴിഞ്ഞ 25 ദിവസമായി ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 2ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ അവസാന ഫൈനൽ മത്സരം ഇന്ന് നടക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ യോഗം ചേർന്നു. കാലവർഷം ആരംഭിക്കാനിരിക്കെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ഇടം സാംസ്കാരിക വേദി എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്മാം പദ്ധതിയും കൃഷിക്കൂട്ടങ്ങൾക്കായുള്ള സാമ്പത്തിക സഹായവും ഉൾപ്പെടുത്തി ലഭ്യമാക്കിയ കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിദ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പിലാവ് കണക്ക കോളനി റോഡിലെ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക, ജലനിധി പദ്ധതിക്കായി പൊളിച്ച കോളനിയിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് സമീപത്തെ റോഡിൽ നിൽപ്പ് സമരം നടത്തി. CPI കേച്ചേരി വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം കേച്ചേരി മേഖലാ വൈസ് പ്രസിഡന്റുമായിരുന്ന PK അഷ്റഫിന്റെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. വൈശാഖ മാസത്തോടനുബന്ധിച്ച് വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. മെയ് 17 മുതൽ 19 വരെയും 26 മുതൽ ജൂൺ 2 വരെയുമാണ് സപ്താഹം നടത്തുന്നത്. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് 18-19 തീയതികളിൽ പുന്നൂർ പഞ്ചായത്തിൽ ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കും. ചാവക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളുടെ DO തല അധ്യാപക സംഗമ ശില്പശാലയ്ക്ക് തുടക്കമായി. മലപ്പുറം തൃശൂർ ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടത്തിന് സമീപം ശുചി മുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇവിടെ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടത്.
നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദ കൂട്ട് ഒമാൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മഹർജാൻ ചാവക്കാട് 2024 മെഗാ ഇവന്റ് ബർക്കയിലെ ഹൽബാനിലുള്ള അൽ റഹ്ബ ഫാം ഹൌസിൽ സംഘടിപ്പിച്ചു. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വേലൂർ ഫൊറോന ഗായക സംഘ സംഗമം ഗ്ലോറിയ ഫെസ്റ്റ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.